സഹഹാരി റേസ് പ്ലസിന്റെ പുതിയൊരു പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കൂട്ടുപലിശ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന ചാപ്റ്ററാണ് പരിചയപ്പെടാൻ പോകുന്നത്. മിക്ക PSC പരീക്ഷകൾക്കും ചോദ്യം വരുന്ന ഭാഗമാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന ചാപ്റ്ററിന്റെ ബാലൻസ് ആണ്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ക്ലാസ്സുകൾ കണ്ട ശേഷം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഈ ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. എൻ്റെ പേര് ജോസ് കാപ്പൻ. നിങ്ങളെ എല്ലാവരെയും ക്ലാസ്സിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മക്കളെ, പലിശ നിരക്ക് എന്താണെന്ന് പഠിച്ചായിരുന്നു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ നിരക്ക് എന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്ക് 12 മാസം കൊണ്ട് കിട്ടുന്ന പലിശയെ വിളിക്കുന്ന പേരാണ് പലിശ നിരക്ക്, അല്ലെ? അല്ലെങ്കിൽ 100 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് ഈടാക്കുന്ന പലിശയാണ് പലിശ നിരക്കെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇനി എൻ എന്ന് പറഞ്ഞാൽ കാലയളവാണ്. ഈ കാലയളവ് എപ്പോഴും ഇയറിലാണ് പറയേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഐ എന്ന് പറഞ്ഞാൽ പലിശയാണ്. ഈ പലിശ 2 തരമുണ്ട്. ഒന്ന് SI സിമ്പിൾ ഇൻട്രസ്റ്റ്, രണ്ടാമത്തേത് CI കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു, ആണോ? ഇനി നമ്മൾ പറഞ്ഞു P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. ഇതിനെ മുതൽ എന്ന് മലയാളത്തിൽ പറയും, അല്ലെ? പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ മുതൽ. സോ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ടേമുകൾ. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റിൽ യൂസ് ചെയ്ത അതേ ടേമുകൾ തന്നെയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പഠിക്കുമ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ നിരക്ക്. 100 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് ഈടാക്കുന്ന പലിശയെ വിളിക്കുന്ന പേരാണ് പലിശ നിരക്ക്. എൻ കാലയളവ്. ഈ കാലയളവ് ഇയറിൽ വേണം പറയാൻ, ആണോ? മാസത്തിനെ വർഷത്തിലേക്ക് മാറ്റാൻ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി ദിവസത്തെ വർഷത്തിലേക്ക് മാറ്റാൻ 365 കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഐ എന്ന് പറഞ്ഞ ഇൻട്രസ്റ്റ് പലിശയാണ്. 2 തരം, സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. P പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ മുതൽ ആണ്. പലിശ നിരക്ക്, അല്ലെ? ഇതൊക്കെ നമ്മൾ ഓൾറെഡി സിമ്പിൾ ഇൻട്രസ്റ്റിൽ പറഞ്ഞതാണ്. ഇനി ഇവിടെ ഈ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവാൻ ഞാൻ ഒരു എക്സാമ്പിൾ ചെയ്ത് കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്നൊരു ഐഡിയ കിട്ടും. ശ്രദ്ധിച്ചോണേ മക്കളെ. എൻ്റെ കയ്യിൽ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് 1000 രൂപയുണ്ട്. അത് ഞാൻ 10% പലിശ നിരക്കുള്ള ഒരു ബാങ്കിലേക്ക് നിക്ഷേപിക്കുന്നു. 3 വർഷത്തേനാണ് നിക്ഷേപിച്ചതെന്ന് വിചാരിക്കുക. ഓക്കെ, ആ ബാങ്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കണക്കാക്കുന്ന ബാങ്കാ. എങ്ങനത്തെ ബാങ്കാ? സിമ്പിൾ ഇൻട്രസ്റ്റ് കണക്കാക്കുന്ന ബാങ്കാണത്. സാധാരണ പലിശ കണക്കാക്കുന്ന ബാങ്ക്. അപ്പൊ എൻ്റെ കയ്യിൽ 1000 രൂപയുണ്ട്. 10% പലിശ നിരക്കുള്ള ഒരു ബാങ്കിൽ ഞാൻ നിക്ഷേപിക്കുന്നു. 3 വർഷത്തെ നിക്ഷേപിച്ചു. ആ ബാങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കണക്കാക്കുന്നത്. എങ്കിൽ ആദ്യത്തെ വർഷം എനിക്ക് കിട്ടുന്ന പലിശ 1000 രൂപയുടെ 10%, അതായത് 100 രൂപയാണ്, അല്ലെ? അതായത് 1000 രൂപയുടെ 10%, 10% ഓഫ് 1000 ആണ് എനിക്ക് കിട്ടുന്നത്. സംശയമില്ലല്ലോ. രണ്ടാമത്തെ വർഷം എനിക്ക് കിട്ടുന്ന പലിശയും എന്താണ്? 100 തന്നെയാണ്, അല്ലേ? അതായത് 1000 രൂപയുടെ 10% തന്നെ, ആണോ? മൂന്നാമത്തെ വർഷവും എനിക്ക് കിട്ടുന്ന പലിശ 100 രൂപ തന്നെയാണ്. അതായത് 1000 രൂപയുടെ 10% മൂന്നാമത്തെ വർഷവും എനിക്ക് പലിശയായിട്ട് തരുന്നത്. ശരിയല്ലേ? അപ്പൊ എല്ലാ വർഷവും എനിക്ക് ഒരേ പലിശ കിട്ടും. അതാണ് സാധാരണ പലിശയുടെ പ്രത്യേകത എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു. അപ്പം 3 വർഷം കൊണ്ട് എനിക്ക് 300 രൂപ പലിശ കിട്ടും, അല്ലേ? സാധാരണ പലിശ. ആകെ തിരിച്ചു കിട്ടുന്നത് 1300 രൂപയാണ്. ഞാൻ നിക്ഷേപിച്ച 1000-ഉം 300 പലിശയും, ആകെ 1300 പലിശ കിട്ടും. ഇതാണ് സാധാരണ പലിശ കണക്കാക്കുന്ന രീതി. ഇത് ഓൾറെഡി പഠിച്ചു. എല്ലാ വർഷവും കിട്ടുന്ന പലിശ തുല്യമായിരിക്കും. ഞാൻ ആദ്യം ഡിപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് എത്രയാണോ അതിന്റെ 10% എനിക്ക് എല്ലാ വർഷവും തരും. 50 വർഷം ഉണ്ടെങ്കിലും 10%, 100 തരത്തുള്ളൂ. അപ്പൊ എല്ലാ വർഷവും കിട്ടുന്ന പലിശ സാധാരണ പലിശ നിരക്കിൽ തുല്യമാണ്. കൂട്ടുപലിശയിലേക്ക് വരുമ്പം എന്താണ് മാറ്റം? അതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ദേ ശ്രദ്ധിച്ച് കണ്ടോ, കേട്ടോ, മനസ്സിലാക്കിക്കോ. മക്കളെ, ഞാൻ അതേ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1000 രൂപ തന്നെ 10% പലിശ നിരക്കുള്ള മറ്റൊരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു. കാലയളവ് 3 വർഷമാണ്. 3 വർഷം. പക്ഷെ ആ ബാങ്ക് കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കാണ്. അപ്പൊ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് അവിടെ സംഭവിക്കുന്നത് എന്ന് നോക്കാം. ആദ്യത്തെ വർഷം കിട്ടുന്ന പലിശ എത്രയാ മക്കളെ? 1000 രൂപയുടെ 10%, അതായത് 100 രൂപ, ആണോ? സോ 10% ഓഫ് 1000,
അല്ലേ? 1000ന്റെ 10% എനിക്ക് ആദ്യത്തെ വർഷം പലിശ കിട്ടും. ആദ്യത്തെ വർഷത്തെ സാധാരണ പലിശ എത്രയായിരുന്നു? 100. ആദ്യത്തെ വർഷത്തെ കൂട്ടുപലിശ എത്രയാ? 100. എന്ത് മനസ്സിലായി? ആദ്യ വർഷം ലഭിക്കുന്ന സാധാരണ പലിശയും ആദ്യ വർഷം ലഭിക്കുന്ന കൂട്ടുപലിശയും തുല്യമാണ്, അല്ലേ? ആ ഒരു പോയിന്റ് എഴുതി വെക്കാം. അപ്പൊ നോട്ട് എഴുതേണ്ടവര് ആദ്യം ഈ പോയിന്റ് എഴുതുക. സാധാരണ പലിശ നിരക്കിൽ ഒരു തുക നിക്ഷേപിച്ചാൽ എല്ലാ വർഷവും ലഭിക്കുന്ന പലിശ തുല്യമായിരിക്കും. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് ഇങ്ങനെ നോട്ട് എഴുതി വെക്കുക. ആദ്യ വർഷം ലഭിക്കുന്ന സാധാരണ പലിശയും കൂട്ടുപലിശയും എപ്പോഴും തുല്യമായിരിക്കും. നമുക്കിനി മുന്നോട്ടത് ആവശ്യമുണ്ട്. ആദ്യ വർഷം ലഭിക്കുന്ന സാധാരണ പലിശയും കൂട്ടുപലിശയും എപ്പോഴും തുല്യമായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചേ. ഇപ്പം എൻ്റെ പേരിൽ എത്ര രൂപ ബാങ്കിലുണ്ട്? ഞാൻ നിക്ഷേപിച്ചത് 1000. എനിക്ക് ഒരു വർഷം കൊണ്ട് 100 പലിശ കിട്ടി. ഇപ്പൊ എൻ്റെ പേരിൽ 1100 രൂപ ബാങ്കിലുണ്ട്. എൻ്റെ പേരിൽ 1100 രൂപ ബാങ്കിലുണ്ട്, ആണോ? എങ്കിൽ എനിക്ക് രണ്ടാമത്തെ വർഷം തരുന്ന പലിശ ഈ 1100ന്റെ 10% ആയിരിക്കും. എത്രയാത്? 110 രൂപയാണ് എനിക്ക് രണ്ടാമത്തെ വർഷം തരുന്ന പലിശ. ഏതിൻ്റെ? 1100ന്റെ 10%. ക്ലിയർ ആണോ? അതാണ് എനിക്ക് രണ്ടാമത്തെ വർഷം തരുന്ന പലിശ. ഓക്കെ, ഇപ്പം 2 വർഷം കഴിഞ്ഞു. ആദ്യത്തെ വർഷം എനിക്ക് 100 പലിശ കിട്ടി. രണ്ടാമത്തെ വർഷം എനിക്ക് 110 പലിശ കിട്ടി. രണ്ടാമത്തെ വർഷത്തിന്റെ അവസാനം എൻ്റെ പേരിൽ എത്ര രൂപ ബാങ്കിലുണ്ട്? ഒന്നാമത്തെ വർഷത്തിന്റെ അവസാനം 1100 ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഒരു 110 കൂടെ കിട്ടി. അപ്പൊ എൻ്റെ പേരിൽ 1210 രൂപ, ആണോ? 1210 രൂപ ഇപ്പൊ ബാങ്കിലുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 2 വർഷം അവസാനിക്കുമ്പോൾ. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ വർഷം അവരെനിക്ക് തരുന്ന പലിശ എത്രയാ? 1210ന്റെ 10% ആയിരിക്കും. എത്രയാ അത്? 121, ആണോ? സോ 1210ന്റെ 10%, അല്ലേ? അതായത് 121 രൂപ. അപ്പൊ എൻ്റെ ആദ്യത്തെ വർഷത്തെ പലിശ 100 രൂപ, രണ്ടാമത്തെ വർഷത്തെ പലിശ 110 രൂപ, മൂന്നാമത്തെ വർഷം കിട്ടുന്ന പലിശ 121 രൂപ. അപ്പൊ ആകെ 3 വർഷം കൊണ്ട് എനിക്ക് 331 രൂപ പലിശ കിട്ടും. മുതലും പലിശയും കൂടെ കൂട്ടി 1331 രൂപ തിരിച്ചു കിട്ടും. 1331 രൂപ. സാധാരണ പലിശ ആയപ്പോൾ 1300 കിട്ടിയുള്ളൂ. ഇവിടെ 1331 കിട്ടി. ഒരേ എമൗണ്ട് നിക്ഷേപിച്ചപ്പം 31 രൂപ എനിക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ 2 നോട്ട് ഓൾറെഡി എഴുതി. ഒന്ന്, സാധാരണ പലിശ നിരക്കിൽ ഒരു തുക നിക്ഷേപിച്ചാൽ എല്ലാ വർഷവും ലഭിക്കുന്ന പലിശ തുല്യമായിരിക്കും. രണ്ടാമത്തെ പോയിന്റ്, ആദ്യ വർഷം ലഭിക്കുന്ന സാധാരണ പലിശയും കൂട്ടുപലിശയും തുല്യമായിരിക്കും. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, കൂട്ടുപലിശ നിരക്കിൽ ഒരു തുക നിക്ഷേപിക്കുമ്പോൾ ഓരോ വർഷം കൂടുന്തോറും മുതലിനോടൊപ്പം പലിശ കൂട്ടി അടുത്ത വർഷത്തെ മുതലായി കണക്കാക്കുന്നതിനാൽ കൂടുതൽ പലിശ ലഭിച്ചുകൊണ്ടിരിക്കും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഓരോ വർഷം കൂടുന്തോറും, അല്ലെ, മുതലിനോടൊപ്പം പലിശ കൂട്ടി അടുത്ത വർഷത്തെ മുതലായി കണക്കാക്കുന്നതിനാൽ കൂടുതൽ പലിശ ഓരോ വർഷവും ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പൊ കൂട്ടുപലിശയുടെ പ്രത്യേകത അറിയാ? ഓരോ വർഷം കൂടുന്തോറും മുതലും പലിശയും കൂട്ടി അടുത്ത വർഷത്തെ മുതലായിട്ട് നമ്മൾ കണക്കാക്കും. അതുകൊണ്ട് എനിക്ക് ഓരോ വർഷവും കൂടുതൽ പലിശ ലഭിക്കും. അപ്പൊ 3 പോയിന്റുകൾ നോട്ടിലേക്ക് എഴുതിയില്ലോ. ഇനി അതോടൊപ്പം നമ്മൾ ഈ കമ്പാരിസൺ ചെയ്തതും കൂടെ ഒന്ന് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടും. എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ് സംഭവിക്കുന്നത്, എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സംഭവിക്കുന്നത്. ഇനി നാലാമതൊരു പോയിന്റ് ഞാൻ പറയാം, എഴുതിയോ? 3 രീതിയിൽ കൂട്ടുപലിശ കണക്കാക്കാം. 3 രീതിയിൽ കൂട്ടുപലിശ കണക്കാക്കാം. ഒന്ന്, വാർഷികമായി, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇയർലി എന്ന് പറയും. 3 രീതിയിൽ കൂട്ടുപലിശ കണക്കാക്കാം, ആണോ? അതിൽ ഒന്നാമത്തെ എന്താണ്? വാർഷികമായി. അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഇയർലി. വാർഷികമായി അല്ലെങ്കിൽ ഇയർലി. 2 എന്താ മക്കളെ? 2 എന്ന് പറയുന്നത് അർത്ഥവാർഷികമായി, അല്ലെ? അർത്ഥവാർഷികമായി. നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? ഹാഫ് ഇയർലി, ആണോ? ഹാഫ് ഇയർലി, അർത്ഥവാർഷികമായി. മൂന്നാമത്തെ എന്താ? പാദവാർഷികമായി. 3, പാദവാർഷികമായി. ഇംഗ്ലീഷിൽ എന്ത് പറയും? ക്വാർട്ടേർലി.
സോ 3 രീതിയിൽ കൂട്ടുപലിശ കണക്കാക്കാം. 1 ഇയർലി വാർഷികം, 2 ഹാഫ് ഇയർലി അർദ്ധവാർഷികം, 3 ക്വാർട്ടേർലി പാദവാർഷികം. ആ പേരിൽ തന്നെ അതിന് വ്യത്യാസങ്ങളുണ്ട്. വാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുക എന്ന് പറഞ്ഞാൽ ഓരോ വർഷം ഇടവിട്ട് പലിശ കണക്കാക്കുന്നതിനെ പറയുന്നതാണ് വാർഷികം. നമ്മൾ തൊട്ടു മുൻപ് ചെയ്തത് ആദ്യം 1 വർഷമായപ്പോൾ പലിശ കണക്കാക്കി, പിന്നെ 2 വർഷമായപ്പോൾ പലിശ കണക്കാക്കി, പിന്നെ 3-ാമത്തെ വർഷം പലിശ കണക്കാക്കി. ഇങ്ങനെ ഓരോ വർഷം ഇടവിട്ട് പലിശ കണക്കാക്കുന്നതിനെ നമ്മൾ പറയും വാർഷികമായി പലിശ കണക്കാക്കുക. ഇതേ പ്രോസസ്സ് 6 മാസം ഇടവിട്ട് ചെയ്യുന്നതിനെ നമ്മൾ പറയും അർദ്ധവാർഷികമായി പലിശ കണക്കാക്കുക. 6 മാസം ഇടവിട്ട് പലിശ കണക്കാക്കുന്നതിനെ നമ്മൾ പറയുന്നത് അർദ്ധവാർഷികം അല്ലെങ്കിൽ ഹാഫ് ഇയർലി. ഇതേ പ്രോസസ്സ് 3 മാസം ഇടവിട്ട് ചെയ്യുന്നതിനെ നമ്മൾ പറയും പാദവാർഷികം അല്ലെങ്കിൽ ക്വാർട്ടേർലി. അപ്പോൾ ഓരോ വർഷം കൂടുന്തോറും പലിശ കണക്കാക്കുന്നത് ഇയർലി, 6 മാസം ഇടവിട്ട് അർദ്ധവാർഷികം, 3 മാസം ഇടവിട്ട് പാദവാർഷികം. ക്ലിയർ ആണോ മക്കളെ? അങ്ങനെ 3 തരത്തിൽ പലിശ. ഇനി ഇതിന്റെ ബാക്കിയുള്ള വ്യത്യാസങ്ങൾ കണക്കുകൾ ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൂട്ടുപലിശ കണക്കാക്കുമ്പോൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ടൈപ്പ് 1-ൽ നമ്മൾ പഠിക്കുന്നത് വാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന വിധം. എങ്ങനെയാണ് വാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്നത്? അപ്പം നിങ്ങൾ അതിൻ്റെ ഹെഡിങ് ആയിട്ട് എഴുതിക്കേ വാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന വിധം. കൂട്ടുപലിശ കണക്കാക്കുന്ന വിധം. യെസ്, ഇതാണ് ഇതിൻ്റെ ഹെഡിങ്. അങ്ങനെ ഓരോ ടൈപ്പും വൃത്തിയായിട്ട് പഠിച്ചു പോകാം. അതിൽ 1-ാമത്തെ ടൈപ്പ് വാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന വിധം. ഓക്കെ, എന്താണ് സംഭവം? ചോദ്യം വായിക്കാം നമുക്ക്. ഒരാൾ 6000 രൂപ 10% പലിശ നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു എങ്കിൽ 2 വർഷം കഴിയുമ്പോൾ കൂട്ടുപലിശയായി ലഭിക്കുന്ന തുക എത്ര? അപ്പോൾ ഒരാൾ 6000 രൂപ 10% പലിശ നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ നിക്ഷേപിച്ചു എങ്കിൽ 2 വർഷം കൊണ്ട് അയാൾക്ക് എത്ര കൂട്ടുപലിശ കിട്ടും? കൂട്ടുപലിശ കിട്ടും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 6000 പ്രിൻസിപ്പൽ എമൗണ്ട്, 10% പലിശ നിരക്ക്, 2 വർഷത്തേനാണ് നിക്ഷേപിച്ചത്. ഈ ചോദ്യം നമുക്ക് പല രീതികളിൽ ചെയ്യാം. ഞാൻ ഓരോ രീതികളും നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിൽ പോരായ്മകളുള്ളത് ഏതാണെന്ന് പറയാം, നമ്മൾ കോമൺ ആയിട്ട് ഫോളോ ചെയ്യാൻ നല്ലത് ഏതാണെന്ന് പറയാം. എല്ലാം വിശദമായി പറഞ്ഞു തരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന മെത്തേഡ് 1. ഓക്കെ, എഴുതിക്കോണം, എൻ്റെ ഒപ്പം കാര്യങ്ങൾ മനസ്സിലാക്കി പൊക്കോണം. ശരി, നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് മെത്തേഡ് 1. ഓക്കെ, എന്താണ് മെത്തേഡ് 1? മെത്തേഡ് 1 ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ കണക്ക് ചെയ്യുന്നതെന്നാണ് പഠിക്കുന്നത്. പലപ്പോഴും ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ അല്ലെങ്കിൽ ചാറ്റ് GPT ഉപയോഗിച്ച് നിങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കിയാൽ കൂട്ടുപലിശ കാണാൻ ഒരു ഇക്വേഷൻ പഠിപ്പിക്കാറുണ്ട്. ഇക്വേഷൻ ഇതാണ്: A = P × 1 + R/100 all raised to n. ഇതാണ് കൂട്ടുപലിശ കാണാനുള്ള ഇക്വേഷൻ. നിങ്ങളിൽ ചിലർ ഈ ഇക്വേഷൻ ഉപയോഗിച്ചായിരിക്കും ഇപ്പൊ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ A = P × 1 + R/100 all raised to n. A എന്ന് പറഞ്ഞാൽ ആകെ തിരിച്ചു കിട്ടുന്ന എമൗണ്ട്, P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട്, n കാലയളവ്, R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ആകെ തിരിച്ചു കിട്ടുന്ന എമൗണ്ട് കിട്ടിയാൽ പിന്നെ കൂട്ടുപലിശയായിട്ട് എത്ര കിട്ടിയെന്നറിയാൻ ആകെ തിരിച്ചു കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് P കുറച്ച് എഴുതുകയും കൂടെ ചെയ്യണം അല്ലേ? അപ്പം ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ആകെ തിരിച്ചു കിട്ടുന്ന എമൗണ്ട് കിട്ടും. അതിൽ നിന്ന് പ്രിൻസിപ്പൽ എമൗണ്ട് കുറച്ചാൽ കൂട്ടുപലിശയായി തിരിച്ചു കിട്ടുന്ന എമൗണ്ട് കിട്ടും. ശരി, ഇനി നമുക്ക് ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? = P, പ്രിൻസിപ്പൽ എമൗണ്ട് 6000 ആണ്. പ്രിൻസിപ്പൽ എമൗണ്ട് 6000 അല്ലേ? 1 + റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10 / 100 അല്ലേ? ഓൾ റേസ് ടു കാലയളവ് 2 വർഷം 2.
ഈ ഒരു പൂജ്യവും വെട്ടിക്കളയാം. ഓക്കെ, അപ്പോൾ ബാക്കി 6000 ഇൻറ്റു ഈ 1 + 1/10 എന്നല്ലേ വരുന്നത്. ഇതങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാലോ. ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് കിടക്കുന്നത് 10 + 1 11/10 എന്ന് വരും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലേ. അപ്പോൾ 11/10 ഹോൾ സ്ക്വയർ എന്ന് വരും. ഈ സ്ക്വയർ രണ്ടുപേർക്കും വീതിച്ചു കൊടുക്കുമ്പം 6000 ഇൻറ്റു അല്ലേ 11ൻ്റെ സ്ക്വയർ 121, 10ൻ്റെ സ്ക്വയർ 100 അല്ലേ. നമുക്കറിയാം ഈ 2 പൂജ്യം വെട്ടിപ്പോയി. ആൻസർ 60 ഇൻറ്റു 121 എന്ന് വരും. 7260 എന്ന് കിട്ടും. അപ്പോൾ 7260 ആണ് ആകെ തിരിച്ചു കിട്ടുന്ന എമൗണ്ട്. കൂട്ടുപലിശയായിട്ട് എത്ര കിട്ടിയെന്നറിയാൻ 7260 നിന്ന് പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ടുള്ള 6000 കുറയ്ക്കണം. സോ ആൻസർ 1260. ഇതാണ് ഒരു മെത്തേഡ്. ഇതിനെ ഇക്വേഷൻ മെത്തേഡ് എന്ന് പറയും. ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുന്ന രീതി. പുസ്തകങ്ങളിൽ നമ്മൾ ഇപ്പോൾ ChatGPT ഉപയോഗിച്ചൊക്കെ നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കാൻ നോക്കിയാൽ അവർ ഈ രീതിയിലായിരിക്കും ആദ്യം ഉത്തരം സോൾവ് ചെയ്ത് തരിക. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ലെങ്തിയാണ്. കാരണം ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, സോൾവ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇത് ഒന്നാമത്തെ മെത്തേഡ് ആണെങ്കിലും നമ്മൾ ഈ മെത്തേഡ് ചെയ്യുന്നില്ല. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള മെത്തേഡായിട്ട് നമ്മൾ പരിഗണിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇക്വേഷൻ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇക്വേഷൻ ഉപയോഗിക്കുന്ന നിർത്തുക. എന്നിട്ട് നമ്മൾ പറയുന്ന ബാക്കി മെത്തേഡുകളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പം ഇങ്ങനൊരു മെത്തേഡ് ഉണ്ട്, ഇങ്ങനെ ചെയ്യാൻ പറ്റും, ഇതിൽ തെറ്റൊന്നുമില്ല എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ഇത് പറഞ്ഞു. ശരി, അങ്ങനെയെങ്കിൽ ഞാൻ ഇനി മറ്റൊരു മെത്തേഡ് പറയാൻ പോവാണ്. ശ്രദ്ധിച്ച് കേട്ടോ. നമ്മുടെ മെത്തേഡ് 2. നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് ഒരു നല്ല ക്ലാരിറ്റി വേണം. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ടൈപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എനിക്ക് ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ട് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാവുന്ന മാക്സിമം മെത്തേഡുകൾ, ട്രിക്കുകൾ ഉൾപ്പെടുത്തുന്നത് അങ്ങനെയാണ്. നമ്മുടെ ക്ലാസ്സിൽ നല്ല റേഞ്ച് ഉള്ളവരും ഉണ്ട്, മാത്സ് ബുദ്ധിമുട്ടുള്ളവരും ഉണ്ട്. എല്ലാവരെയും പരിഗണിക്കുന്നതുകൊണ്ടാണ് കൂടുതൽ മെത്തേഡുകൾ ഉൾപ്പെടുത്തുന്നത്. ഇപ്പോൾ റേഞ്ച് ഉള്ള, നന്നായി അറിയാവുന്ന അല്ലെങ്കിൽ കൂടുതൽ റേഞ്ച് കൂട്ടി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് എക്സ്ട്രാ മെത്തേഡുകൾ പറയുമ്പോൾ ഹെൽപ്പ് ആവും. ഇനി ശ്രദ്ധിച്ചു, മറ്റൊരു മെത്തേഡ് നോർമൽ മെത്തേഡ്. എങ്ങനെയാണ്? പ്രിൻസിപ്പൽ എമൗണ്ട് 6000. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്കറിയാം 10%. കാലയളവ് നമുക്കറിയാം എത്രയാ? കാലയളവ് നമുക്കറിയാം 2 വർഷം അല്ലേ. നോർമലി ചെയ്യാം. ആദ്യത്തെ വർഷത്തെ പലിശ എത്രയാ മക്കളെ? ആദ്യത്തെ വർഷത്തെ പലിശ നമുക്കറിയാം 6000ൻ്റെ 10%. എത്രയാ? 600 അല്ലേ. അപ്പോൾ ഒരു വർഷം കഴിയുമ്പം എത്ര രൂപ ബാങ്കിലുണ്ട്? നിക്ഷേപിച്ചത് 6000 ആണ്. ഒരു വർഷം കൊണ്ട് 6000ൻ്റെ 10% 600 രൂപ പലിശ കിട്ടി. ഇപ്പോൾ ബാങ്കിൽ 6600 രൂപയുണ്ട്. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ വർഷം കിട്ടുന്ന പലിശ 6600ൻ്റെ 10% ആയിരിക്കും. അതായത് 660 രൂപയാണ് രണ്ടാമത്തെ വർഷം കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ വർഷം 600ഉം രണ്ടാമത്തെ വർഷം 660 ആണെങ്കിൽ 2 വർഷം കൊണ്ട് കിട്ടുന്നത് 1260 രൂപ. ഇതാണ് ഈ കണക്ക് ചെയ്യുന്ന ഒരു നോർമൽ മെത്തേഡ്. ഒന്നുമില്ല, ആദ്യത്തെ വർഷത്തെ പലിശ കണ്ടു, രണ്ടാമത്തെ വർഷത്തെ പലിശ കണ്ടു, രണ്ടും കൂട്ടിയെടുത്തു അല്ലേ. പ്രിൻസിപ്പൽ എമൗണ്ട് 6000, പലിശ നിരക്ക് 10%. ആദ്യത്തെ വർഷം 6000ൻ്റെ 10% പലിശ തരും, 600 രൂപ. ഇപ്പം 6000ഉം 600ഉം കൂട്ടി 6600 രൂപ നമ്മുടെ പേരിൽ ബാങ്കിലുണ്ട്. ആണോ? ഇനി രണ്ടാമത്തെ വർഷം കിട്ടുന്നത് 6600ൻ്റെ 10%. അത് 660 അല്ലേ. അപ്പോൾ ആദ്യത്തെ വർഷം 600 കിട്ടി, രണ്ടാമത്തെ വർഷം അതിനേക്കാൾ കൂടുതൽ 660 കിട്ടി. 2 വർഷം കൊണ്ട് കിട്ടുന്ന ആകെ പലിശ കാണാൻ 600ഉം 660ഉം കൂട്ടണം, 1260. നമ്മൾ സാധാരണ ചെയ്യുന്ന രീതി. നമ്മൾ തുടക്കത്തിൽ എക്സാമ്പിൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ശരിയാണോ മക്കളെ? ക്ലിയർ അല്ലേ? ആണ്. ഇനി നമ്മൾ മനസ്സിലാക്കുവാണ് ഇതേ ടൈപ്പിൻ്റെ തന്നെ കുറച്ച് വ്യത്യാസമുള്ള ഒരു മെത്തേഡ്. ഈ മെത്തേഡാണ് നമ്മൾ ഇനി കോമൺ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. സെയിം ടൈപ്പ് തന്നെയാണ്, പക്ഷേ ചെറിയൊരു മാറ്റം, പരിഷ്കാരം വരുത്തിയാണ് നമ്മൾ പഠിക്കുന്നത്. ശ്രദ്ധിച്ച് കേട്ടോണം. മെത്തേഡ് 3 ശ്രദ്ധിച്ചോണേ.
കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിച്ചോ. മെത്തേഡ് 3 ആണ്. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. മെത്തേഡ് 2 കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുറച്ചുകൂടെ ബെറ്റർ മെത്തേഡ് 3 ആണ്. ശ്രദ്ധിച്ചിരുന്നോ? പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാ? 6000. പലിശ നിരക്ക് എത്രയാ? 10%. കാലയളവ് എത്രയാ? 2 വർഷം. 2 വർഷം കൊണ്ട് കിട്ടുന്ന കൂട്ടുപലിശ എത്ര എന്നല്ലേ ചോദ്യം. ആദ്യത്തെ വർഷത്തെ പലിശ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ചെയ്യുക. 6000 രൂപയുടെ 10%മാണ് ആദ്യത്തെ വർഷം കിട്ടുന്ന പലിശ, അതായത് 600 രൂപ. ഇത്രയും നല്ല ക്ലിയറാ. അപ്പൊ ആദ്യത്തെ വർഷത്തെ പലിശ 600 രൂപ. ആദ്യത്തെ വർഷത്തെ പലിശ 600 രൂപ. ഓക്കെ മക്കളെ, ഇനി രണ്ടാമത്തെ വർഷത്തെ പലിശ കാണാൻ മുതലും പലിശയും കൂട്ടാനൊന്നും പോകണ്ട. രണ്ടാമത്തെ വർഷത്തെ പലിശ കാണാനുള്ള എളുപ്പമാർഗം ആദ്യത്തെ വർഷത്തെ പലിശയുടെ 10% കാണുക. 600ന്റെ 10% 60 അല്ലേ? ഈ 60 600നോട് കൂട്ടുന്നതായിരിക്കും രണ്ടാമത്തെ വർഷത്തെ പലിശ. അപ്പൊ രണ്ടാമത്തെ വർഷത്തെ പലിശ 660 രൂപ. കണ്ടോ, തൊട്ടിപ്പറ കിട്ടിയതുപോലെ തന്നെയല്ലേ? 2 വർഷം കൊണ്ട് കിട്ടുന്നത് 1260 രൂപ പലിശ. ഇതാണ് നമ്മുടെ മെത്തേഡ് 3. ഇതാണ് നമ്മൾ ഇനി മുന്നോട്ട് ചെയ്യാനും പഠിക്കാനും പോകുന്നത്. ഇതാണ് ബെസ്റ്റ് മെത്തേഡ്. ഇനി ഒരു പാസ്കൽ ട്രയാങ്കിൾ മെത്തേഡ് പഠിക്കാനുണ്ട്. അതിന് ചില പോരായ്മകളുണ്ട്, അത് ഞാൻ പഠിക്കുമ്പോൾ പറഞ്ഞുതരാം. നമ്മൾ ഈ മെത്തേഡാണ് എല്ലായിടത്തും ഇനി ചെയ്യാൻ പോകുന്നത്. മെത്തേഡ് 3 എന്താ ചെയ്തതെന്ന് ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടോ. തെറ്റിപ്പോകും കണക്ക് ചെയ്യുമ്പോൾ. അങ്ങനെ വരാതിരിക്കാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, മനസ്സിലാക്കണം, പറയുന്നത് പോലെ ചെയ്യാൻ ശ്രമിക്കണം. കേട്ടോണോ? ഇവിടെ ശ്രദ്ധിച്ച് കേട്ടോ. പ്രിൻസിപ്പൽ എമൗണ്ട് 6000, പലിശ നിരക്ക് 10%, 2 വർഷം നിക്ഷേപിച്ചു. ആദ്യത്തെ വർഷത്തെ പലിശ ഒരു സംശയമില്ല 6000ന്റെ 10% ആണല്ലോ. 6000ന്റെ 10% 600. അപ്പൊ ആദ്യത്തെ വർഷത്തേക്ക് പലിശ കാണാൻ ഒരു സംശയമില്ല. ഇനി രണ്ടാമത്തെ വർഷത്തെ പലിശ കാണാൻ സാധാരണഗതിക്ക് മുതലും പലിശയും കൂട്ടി അതിന്റെ പലിശ നിരക്ക് കാണണം, അല്ലെ? പലിശ കാണണം. ഇവിടെ മുതലും പലിശയൊക്കെ ആയിട്ട് കൂട്ടാനൊന്നും പോകണ്ട. ആദ്യത്തെ വർഷത്തെ പലിശ കിട്ടിയോ നിങ്ങൾക്ക്? അത് മാത്രം മതി. ആദ്യത്തെ വർഷത്തെ പലിശയും പലിശ നിരക്കും ഉണ്ടെങ്കിൽ രണ്ടാമത്തെ വർഷത്തെ പലിശ കാണാം. എങ്ങനെ? ആദ്യത്തെ വർഷത്തെ പലിശയുടെ 10% കാണണം, കാരണം ഇവിടെ പലിശ നിരക്ക് 10%. ആദ്യത്തെ വർഷത്തെ പലിശയുടെ 10% കാണണം. 600ന്റെ 10% 60. 600ന്റെ 10% 60. 600ന്റെ 10% 60. അത് 600നോട് കൂട്ടണം, അപ്പോൾ 660 കിട്ടും. ഇതാണ് രണ്ടാമത്തെ വർഷത്തെ പലിശ. 600ന്റെ 10% കാണുക, അത് 60. അത് 600നോട് കൂട്ടുമ്പം 660 കിട്ടും. അതാണ് രണ്ടാമത്തെ വർഷത്തെ പലിശ. ആദ്യത്തെ വർഷത്തെ പലിശ രണ്ടാമത്തെ വർഷത്തെ പലിശയും കൂട്ടുമ്പം 2 വർഷം കൊണ്ടുള്ള പലിശയായി 1260. ഒരു കാര്യം ഓർക്കുക, 600ന്റെ 10% 60 കിട്ടിയില്ലേ? പലരും രണ്ടാമത്തെ വർഷത്തെ പലിശ 60 എന്ന് പറഞ്ഞ് എഴുതി വെക്കും. എപ്പോഴും ഓർക്കുക, ആദ്യത്തെ വർഷത്തെ പലിശയോട് ഈ 10% കൂട്ടുന്നതാണ് രണ്ടാമത്തെ വർഷത്തെ പലിശ. കാരണം ആദ്യത്തെ വർഷത്തെ പലിശയേക്കാൾ കൂടുതലായിരിക്കണം എപ്പോഴും രണ്ടാമത്തെ വർഷത്തെ പലിശ. അപ്പൊ 600ഉം 660, 1260 മക്കളെ നമ്മുടെ ഉത്തരം. നമ്മൾ മെത്തേഡ് 3 ഒന്നുകൂടെ പറയുന്നു മക്കളെ, വീണ്ടും വീണ്ടും പറയുന്നത് നമ്മുടെ കൂട്ടത്തിൽ മാത്സ് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുള്ള കൂട്ടുകാർക്ക് വേണ്ടിയാണ്. സോ മെത്തേഡ് 3 ആണ് നമ്മൾ ഇനി കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനി ഒരിക്കലും മുന്നോട്ട് ചെയ്യുമ്പോൾ തെറ്റിപ്പോവരുത്. അതുകൊണ്ട് അതൊന്നുകൂടെ തറപ്പിക്കാൻ പറയുന്നു. പ്രിൻസിപ്പൽ എമൗണ്ട് 6000, പലിശ നിരക്ക് 10%, കാലയളവ് 2 വർഷം, ലഭിക്കുന്ന കൂട്ടുപലിശ എത്ര? ആദ്യത്തെ വർഷത്തെ പലിശ കാണുക. ആദ്യത്തെ വർഷത്തെ പലിശ 6000 രൂപയുടെ 10%. 6000 രൂപയുടെ 10% എന്ന് പറഞ്ഞാൽ 600. അപ്പൊ ആദ്യത്തെ വർഷത്തെ പലിശ 600 രൂപയാണ്. രണ്ടാമത്തെ വർഷത്തെ പലിശ കാണാൻ വേറെ ആരുടെ സഹായം നമുക്ക് ആവശ്യമില്ല. ഒന്നാമത്തെ വർഷത്തെ പലിശയും പലിശ നിരക്കും ഉണ്ടെങ്കിൽ രണ്ടാമത്തെ വർഷത്തെ പലിശ കാണാം. അപ്പൊ രണ്ടാമത്തെ വർഷത്തെ പലിശ കാണാൻ നമ്മൾ ചെയ്യുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം. ആദ്യത്തെ വർഷത്തെ പലിശയുടെ 10% എടുക്കണം. 10% എടുക്കാൻ കാരണം ഇവിടെ പലിശ നിരക്ക് 10% ആയതുകൊണ്ടാണ്.
600ന്റെ 10% 60. അത് 600നോട് കൂട്ടുന്നതാണ് രണ്ടാമത്തെ വർഷത്തെ പലിശ. അപ്പോൾ രണ്ടാമത്തെ വർഷത്തെ പലിശ 660 രൂപ എന്ന് കിട്ടും. ആദ്യത്തെ വർഷത്തെ പലിശ 600 രൂപ, രണ്ടാമത്തെ വർഷത്തെ പലിശ 660 രൂപ. ഇനി ആദ്യത്തെ വർഷത്തെ പലിശയും രണ്ടാമത്തെ വർഷത്തെ പലിശയും കൂട്ടിയാൽ 2 വർഷം കൊണ്ട് കിട്ടുന്ന പലിശയായി 1260 രൂപ. ഇതാണ് ശ്രദ്ധിച്ച് ചെയ്തോണം, സിമ്പിൾ പരിപാടിയാണ്. ഓക്കെ, ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ ഇതിനോടനുബന്ധിച്ച് പറഞ്ഞുതരാം. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാവോ മക്കളെ? എനിക്ക് ചോദ്യത്തിൽ ആദ്യത്തെ വർഷത്തെ പലിശ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക, 600. രണ്ടാമത്തെ വർഷത്തെ പലിശയും തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക, 660. വേറെ ഒന്നുമില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് പലിശ നിരക്ക് കാണുന്നത്? ആദ്യത്തെ വർഷത്തെ പലിശയുമുണ്ട്, രണ്ടാമത്തെ വർഷത്തെ പലിശയുമുണ്ട് എങ്കിൽ പലിശ നിരക്ക് എങ്ങനെ കാണും? എത്ര രൂപ കൂടി നോക്കുക? 60 രൂപ കൂടി അല്ലേ? 600ൽ നിന്നല്ലേ 60 കൂടിയത്? അപ്പൊ കൂടിയ 60 600ന്റെ എത്ര ശതമാനമാണെന്ന് നോക്കണം. 60/600 × 100. കൂടിയ 60 600ന്റെ എത്ര ശതമാനമാണെന്ന് നോക്കണം. ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും വെട്ടിപ്പോയി ആൻസർ 10% എന്ന് കിട്ടും. 10%. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഒന്ന് മനസ്സിൽ വെച്ചേരെ, മുന്നോട്ട് ആവശ്യമുണ്ട്. ആദ്യത്തെ വർഷത്തെ പലിശ അറിയാം, രണ്ടാമത്തെ വർഷത്തെ പലിശയും അറിയാമെങ്കിൽ പലിശ നിരക്ക് കാണാൻ എത്ര കൂടി നോക്കുക? 60 കൂടി. 600ൽ നിന്നല്ലേ 60 കൂടി 660 അപ്പൊ കൂടിയ 60 600ന്റെ എത്ര ശതമാനമാണെന്ന് നോക്കണം. 60 600ന്റെ എത്ര ശതമാനമാണെന്ന് അറിയാൻ 60/600 × 100 ചെയ്യണം. 60/600 × 100. അപ്പോൾ ഇതാണ് മെത്തേഡ് 3. നമ്മൾ പ്രിഫർ ചെയ്യുന്ന മെത്തേഡും നമ്മൾ പഠിക്കുന്ന മെത്തേഡും നമ്മൾ ഇനി മുന്നോട്ട് ചെയ്യുന്ന മെത്തേഡും ഇതാണ്. ഓക്കെ, നമ്മൾ 4ാമത്തെ മെത്തേഡിലേക്ക് പോവാണ്. മെത്തേഡ് 4. ചില കുട്ടികൾ ചെയ്യുന്നത് ഈ മെത്തേഡാണ്, മെത്തേഡ് 4. ഇതിനെ പാസ്കൽ ട്രയാങ്കിൾ മെത്തേഡ് അല്ലെങ്കിൽ 1-2-1 മെത്തേഡ് എന്നൊക്കെ പറയും. ഇപ്പം നമുക്ക് 2 തവണയാണ് പലിശ കണക്കാക്കേണ്ടി വരുന്നത് എങ്കിൽ നമ്മൾ 1-2-1 എന്ന ഒരു കോഡ് യൂസ് ചെയ്യണം. 2 തവണ പലിശ കണക്കാക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ 1-2-1 എന്ന കോഡ് യൂസ് ചെയ്യണം. 121. ഓക്കെ, എന്താണ് ഈ കോഡ്? എങ്ങനെയാണ് ചെയ്യുന്നത് മക്കളെ? ഒന്നുമില്ല, എനിക്കറിയാം 6000 രൂപയല്ലേ നമ്മൾ നിക്ഷേപിച്ചേ? ആണ്. 10% പലിശ നിരക്കിലല്ലേ നിക്ഷേപിച്ചത്? 2 വർഷത്തേനല്ലേ നിക്ഷേപിച്ചേ? അപ്പൊ എനിക്ക് എത്ര തവണ പലിശ കണക്കാക്കേണ്ടി വരും? 2 തവണ. ഒന്ന് ആദ്യത്തെ 1 വർഷം ആകുമ്പോൾ, അടുത്തത് അടുത്തൊരു വർഷമാകുമ്പോൾ. അങ്ങനെ 2 തവണ പലിശ കണക്കാക്കണം അല്ലേ? അപ്പൊ 2 തവണ പലിശ കണക്കാക്കണം. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ 1-2-1. 1-2-1 എന്നകത്തി എഴുതുക. എന്നിട്ട് പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണോ അത് 1ന്റെ താഴേക്ക് എഴുതുക. എപ്പോഴും എത്രയാ പ്രിൻസിപ്പൽ എമൗണ്ട്? 6000. ഇതാണ് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്. എപ്പോഴും 1ന്റെ താഴേക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് എഴുതണം. ഇനി പലിശ നിരക്ക് ഇവിടെ 10% അല്ലേ? ഇതിന്റെ 10% കണ്ടുപിടിച്ച് 2ന്റെ താഴേക്ക് എഴുതണം. 6000ന്റെ 10% 600. അത് 2ന്റെ താഴേക്ക് എഴുതി. അതിന്റെ 10% കണ്ടുപിടിച്ച് 10% കണ്ടുപിടിച്ച് 1ന്റെ താഴേക്ക് എഴുതണം. അതെത്രയാ? 60. അപ്പൊ 6000ന്റെ 10% 2ന്റെ താഴേക്ക് 600, 600ന്റെ 10% 1ന്റെ താഴേക്ക് വീണ്ടും 60. ഇനി ഈ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. 1 × 6000 6000 കണ്ടോ? 2 × 600 1200 കണ്ടോ? 1 × 60 60. ഇനി താഴെ കിടക്കുന്നത് എല്ലാം കൂടെ കൂട്ടിയാൽ, ശ്രദ്ധിച്ചോണേ, താഴെ കിടക്കുന്നത് എല്ലാം കൂടെ കൂട്ടിയാൽ ആകെ തിരിച്ചു കിട്ടുന്ന എമൗണ്ട് കിട്ടും. ആകെ തിരിച്ചു കിട്ടുന്നത് 7260 അല്ലേ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ താഴെ കിടക്കുന്ന എല്ലാം കൂടെ കൂട്ടിയാൽ കിട്ടുന്നതാണ് ആകെ തിരിച്ചു കിട്ടുന്ന എമൗണ്ട്. ഈ അവസാനത്തെ 2 എണ്ണം മാത്രം കൂട്ടിയാൽ കിട്ടുന്നതാണ് കൂട്ടുപലിശയായി ലഭിക്കുന്ന എമൗണ്ട് 1260 ആണോ? ഇനി ഈ അവസാനം കിടക്കുന്ന 60 മാത്രം എടുത്താൽ കിട്ടുന്നതാണ്
കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിൽ 2 വർഷത്തേക്കുള്ള വ്യത്യാസം. അത് നമ്മൾ ഇനി സെപ്പറേറ്റ് ഒരു ടൈപ്പായിട്ട് മുന്നോട്ട് പഠിക്കുന്നുണ്ട്. തൽക്കാലം ജസ്റ്റ് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിൽ വ്യത്യാസമാണ്. ഈ മെത്തേഡിനെയാണ് നമ്മൾ 1-to-1 മെത്തേഡ്, പാസ്കൽ ട്രയാങ്കിൾ മെത്തേഡ് എന്ന് പറയണേ. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. എനിക്ക് എത്ര തവണ പലിശ കണക്കാക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഉള്ളതെന്ന് നോക്കുക. 2 തവണ. അങ്ങനെയെങ്കിൽ 1-to-1 എന്ന് എഴുതുക. 1 എന്ന സംഖ്യയുടെ താഴേക്ക് എപ്പോഴും പ്രിൻസിപ്പൽ എമൗണ്ട് എഴുതുക. അതിൻ്റെ 10% കണ്ടുപിടിച്ച് 2ൻ്റെ താഴേക്ക് എഴുതുക. അതിൻ്റെ 10% കണ്ടുപിടിച്ച് 1ൻ്റെ താഴേക്ക് എഴുതുക. ഇനി താഴേക്ക് ഗുണിക്കുക. 1 × 6000 6000, 2 × 600 1200, 1 × 60 60. ഇങ്ങനെ താഴേക്ക് ഗുണിക്കുക. റെഡി അല്ലേ മക്കളെ? 10% എടുക്കാൻ കാരണം ചോദ്യത്തിലെ പലിശ നിരക്ക് 10% ആയതുകൊണ്ടാണ്. ഇതിൻ്റെ 10% കണ്ടുപിടിച്ച് ഇങ്ങോട്ട് എഴുതി, ഇതിൻ്റെ 10% കണ്ടുപിടിച്ച് ഇങ്ങോട്ട് എഴുതി. ഇനി മുകളിലത്തെയും താഴത്തെ സംഖ്യകൾ ഗുണിച്ചു. താഴെ കിടക്കുന്ന എല്ലാം കൂടെ കൂട്ടിയാൽ ആകെ തിരിച്ച് കിട്ടുന്ന എമൗണ്ട് കിട്ടും. അവസാനത്തെ 2 മാത്രം കൂട്ടിയാൽ കൂട്ടുപലിശയായി മാത്രം എത്ര കിട്ടും എന്നറിയാം. അവസാനത്തേത് മാത്രം എടുത്താൽ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിൽ 2 കൊല്ലത്തിലെ വ്യത്യാസം എത്രയാണെന്ന് അറിയാം. ഇതാണ് പാസ്കൽ ട്രയാങ്കിൾ മെത്തേഡ്. ഇത് കിട്ടുന്ന ഉത്തരമൊക്കെ കറക്റ്റാണ്. പക്ഷേ ഈ മെത്തേഡിന് ചില പോരായ്മകളുണ്ട്. കൂടുതൽ കുട്ടികളും ഈ മെത്തേഡ് യൂസ് ചെയ്യുന്ന കാണാം. എന്താ പോരായ്മ എന്ന് ചോദിച്ചാൽ, ഓരോ വർഷത്തെ പലിശ സെപ്പറേറ്റ് അറിയാൻ പറ്റില്ല. നമുക്ക് ഇവിടെ ആദ്യത്തെ വർഷത്തെ പലിശ 600 രൂപയാണ്, രണ്ടാമത്തെ വർഷത്തെ പലിശ 660 രൂപയാണ്. ഇത് സെപ്പറേറ്റ് അറിയാം. അല്ല ഇതുപോലെ 3 വർഷം കണക്കാക്കുമ്പോൾ ആദ്യത്തെ വർഷത്തെ അറിയാം, രണ്ടാമത്തെ വർഷത്തെ സെപ്പറേറ്റ്, മൂന്നാമത്തെ. അപ്പൊ ചില കണക്കുകൾ ഈ ഓരോ വർഷത്തെയും പലിശ സെപ്പറേറ്റ് അറിയാമെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ 2.25 വർഷത്തേന് നിക്ഷേപിച്ചു, 3.5 വർഷത്തേന് നിക്ഷേപിച്ചു എന്നൊക്കെ പറയുമ്പോഴും ഈ മെത്തേഡ് 4 സെറ്റ് ആവാതെ വരും. അതായത് പാസ്കൽ ട്രയാങ്കിൾ മെത്തേഡ്. അപ്പം ഞാനൊരു സജഷൻ പറയാം. നിങ്ങൾ 1-to-1 മെത്തേഡിൽ, ഈ മെത്തേഡിലാണ് ഓൾറെഡി കണക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഈ മെത്തേഡ് തന്നെ കണ്ടിന്യൂ ചെയ്തോണം. എന്നിട്ട് ഞാൻ പഠിപ്പിച്ച മെത്തേഡ് 3യും കൂടെ ഒന്ന് സൈഡായിട്ട് പഠിച്ചു വെക്കണം. മെത്തേഡ് 4 യൂസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ, 1-to-1 മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രം ഈ മെത്തേഡ് 3, ഞാൻ ഈ പഠിപ്പിക്കുന്ന മെത്തേഡ് യൂസ് ചെയ്യും. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആദ്യമായിട്ട് പഠിക്കുന്നതാണ്, ഈ 1-to-1 മെത്തേഡ് ഒന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലാത്തവരാണെങ്കിൽ വേറെ ഒരു മെത്തേഡും പഠിക്കണ്ട, ഈ മെത്തേഡ് 3 മാത്രം പഠിക്കുക. നമുക്ക് രണ്ടാമത്തെ ഒരു ചോദ്യം ചെയ്ത് നോക്കാം. അപ്പൊ കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വരും. ഒരാൾ 5% കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 8000 രൂപ നിക്ഷേപിക്കുന്നു എങ്കിൽ 2 വർഷം കഴിഞ്ഞ് അയാൾക്ക് കൂട്ടുപലിശയായി ലഭിക്കുന്ന തുക എത്ര? അപ്പൊ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാം. ഞാൻ മുമ്പേ ചെയ്ത പോലെ എല്ലാ മെത്തേഡും ചെയ്യുന്നില്ല, നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. കോമൺ ആയിട്ട് എത്രയാണ് പ്രിൻസിപ്പൽ എമൗണ്ട് മക്കളെ? പ്രിൻസിപ്പൽ എമൗണ്ട് 8000 ആണ്. പ്രിൻസിപ്പൽ എമൗണ്ട് 8000 രൂപയാണ്. ഓക്കെ, എത്രയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5% കാലയളവ് 2 വർഷമാണ് അല്ലേ? പ്രിൻസിപ്പൽ എമൗണ്ട് 8000, പ്രിൻസിപ്പൽ എമൗണ്ട് 8000, പലിശ നിരക്ക് 5%, കാലയളവ് 2 വർഷം. ഓക്കെ, ഇത് പ്രിൻസിപ്പൽ എമൗണ്ട്, ഇത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇത് കാലയളവ് അല്ലേ? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ആദ്യത്തെ വർഷത്തെ പലിശ കാണണം. ആണോ? ആദ്യത്തെ വർഷത്തെ പലിശ 8000 രൂപയുടെ 5%. 8000ന്റെ 10% 800. അപ്പൊ 5% 400. അപ്പൊ ആദ്യത്തെ വർഷത്തെ പലിശ 400 രൂപയാണ്. ഇനി രണ്ടാമത്തെ വർഷത്തെ പലിശ കാണാൻ എന്ത് ചെയ്യണം? രണ്ടാമത്തെ വർഷത്തെ പലിശ കാണാൻ ഈ 400ന്റെ 5% കാണണം. ആണോ? 400ന്റെ 10% 40. അപ്പൊ 5% 20. 400ന്റെ 5% 20 എന്ന് കിട്ടി. അത് 400നോട് കൂട്ടി എഴുതണം. അപ്പൊ 400 + 20 420 രൂപ എന്ന് കിട്ടും രണ്ടാമത്തെ വർഷത്തെ പലിശ. അപ്പൊ 2 വർഷം കൊണ്ട് ആകെ കിട്ടുന്നത് 820 രൂപയാണ്. അപ്പം 2 വർഷം കൊണ്ട് ആകെ കിട്ടുന്ന പലിശ 820 രൂപ. ഈ ചോദ്യത്തിന്റെ ആൻസർ 820. ഓപ്ഷൻ സി ആണ് കറക്റ്റ്.
ചെയ്ത് എന്തെങ്കിലും സംശയമുണ്ടോ? ഒരു സംഖ്യയുടെ 5% കാണാൻ ആ സംഖ്യയുടെ 10%ത്തിന്റെ പകുതി എടുത്താൽ പോരെ. അപ്പൊ 8000ന്റെ 5%, 10% 800, 5% 400. രണ്ടാമത്തെ വർഷത്തെ പലിശ കാണാൻ ഈ 400ന്റെ 5% കാണണം. 10% 40, 5% 20. 400നോട് കൂട്ടണം, 420. ഇത് ആദ്യത്തെ വർഷത്തെ മാത്രം പലിശ, ഇത് രണ്ടാമത്തെ വർഷത്തെ മാത്രം പലിശ. 2 വർഷം കൊണ്ട് ആകെ കിട്ടുന്ന പലിശ 820 രൂപ. ഇനി ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം ഓർത്തേ, ആദ്യത്തെ വർഷത്തെ പലിശ തന്നിട്ടുണ്ട്. യെസ്, ആദ്യത്തെ വർഷത്തെ പലിശ 400 ഓക്കെ. രണ്ടാമത്തെ വർഷത്തെ പലിശ തന്നിട്ടുണ്ട്, അത് 420 എങ്കിൽ പലിശ നിരക്ക് എങ്ങനെ കാണും? ആദ്യത്തെ വർഷത്തെ പലിശയും രണ്ടാമത്തെ വർഷത്തെ പലിശയും മാത്രമേ തന്നിട്ടുള്ളൂവെങ്കിൽ പലിശ നിരക്ക് കാണാൻ എത്ര രൂപ കൂടി നോക്കുക? 20 രൂപ കൂടി. അത് 400ൽ നിന്നല്ലേ കൂടിയത്? അപ്പൊ കൂടിയ 20 400ന്റെ എത്ര ശതമാനമാണെന്ന് നോക്കണം. 20/400 × 100 നമ്മുടെ ഉത്തരം. 20/400 × 100. ഇതും വെട്ടിപ്പോയി. ആൻസർ 5%. കണ്ടോ? ഇങ്ങനെയാണ് പലിശ നിരക്ക്. ആദ്യത്തെ വർഷത്തെ പലിശയും രണ്ടാമത്തെ വർഷത്തെയും പലിശയും തന്നിട്ട് പലിശ നിരക്ക് കാണാൻ ചെയ്യേണ്ട രീതി. ഇനി രണ്ടാമത്തെ വർഷത്തെ പലിശയും മൂന്നാമത്തെ വർഷത്തെ പലിശയും തന്നിട്ട് പലിശ നിരക്ക് കാണാനാണെങ്കിലും എത്ര കൂടി നോക്കുക, അത് തൊട്ടു മുമ്പുള്ളതിന്റെ എത്ര ശതമാനമാണെന്ന് നോക്കുക. മുന്നോട്ട് ചെയ്യാം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 1600 രൂപയ്ക്ക് 2.5% കൂട്ടുപലിശ നിരക്കിൽ 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ എത്ര? 1600 രൂപയ്ക്ക് 2.5% നിരക്കിൽ 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ. അപ്പൊ എനിക്കറിയാം പ്രിൻസിപ്പൽ എമൗണ്ട് 1600, പ്രിൻസിപ്പൽ എമൗണ്ട് 1600. പലിശ നിരക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 2.5% ആണോ? യെസ്. കാലയളവ് 2 വർഷം, കാലയളവ് 2 വർഷം ആണോ? ശരി. ആദ്യത്തെ വർഷത്തെ പലിശ കാണണ്ടേ മക്കളെ? ആദ്യത്തെ വർഷത്തെ പലിശ 1600ന്റെ 2.5%. 1600ന്റെ 10% 160. 10% 160 ആണെങ്കിൽ 5% 80. 5% 80 ആണെങ്കിൽ 2.5% 40. അപ്പൊ ആദ്യത്തെ വർഷത്തെ പലിശ 40 രൂപ. ഇനി രണ്ടാമത്തെ വർഷത്തെ പലിശ കാണാൻ 40ന്റെ 2.5% കാണണം. 40ന്റെ 10% 4, 5% 2, 2.5% 1. അത് 40ന്റെ കൂടെ കൂട്ടണം, 41. അപ്പൊ ആദ്യത്തെ വർഷത്തെ മാത്രം പലിശ 40, രണ്ടാമത്തെ വർഷത്തെ മാത്രം പലിശ 41. 2 വർഷം കൊണ്ട് കിട്ടുന്ന പലിശ 81 രൂപ. ചെയ്തത് ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമ്മുടെ അടുത്ത ചോദ്യം, 50,000 രൂപ 4% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് കൂട്ടുപലിശാക്രമത്തിൽ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ 2 വർഷം കഴിഞ്ഞ് ലഭിക്കുന്ന പലിശ എത്ര? അപ്പൊ നമുക്ക് നോക്കാം. പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാ? പ്രിൻസിപ്പൽ എമൗണ്ട് 50,000 പ്രിൻസിപ്പൽ എമൗണ്ട് 50,000. പലിശ നിരക്ക് 4%. കാലയളവ് 2 വർഷം. ഓക്കെ. എങ്കിൽ 2 വർഷം കൊണ്ട് ലഭിക്കുന്ന പലിശ കാണണം. ശരി. ആദ്യത്തെ വർഷത്തെ പലിശ എത്രയാ? നമുക്കറിയാം 50,000ന്റെ 4%. 50,000ന്റെ 1% 500. ഒരു സംഖ്യയുടെ 1% കാണാൻ 2 പോയിന്റ് ഇടത്തോട്ട് മാറ്റണം. 10% കാണാൻ 1 പോയിന്റ് ഇടത്തോട്ട് മാറ്റണം. അപ്പൊ 50,000ന്റെ 1% 500. അപ്പൊ 4% 500 × 4 2000. അപ്പൊ ആദ്യത്തെ വർഷത്തെ പലിശ 2000. രണ്ടാമത്തെ വർഷത്തെ പലിശ കാണാൻ നമ്മൾ 2000ന്റെ 4% കാണണം. 2000ന്റെ 1% 20. അപ്പൊ 4% 80. അപ്പൊ രണ്ടാമത്തെ വർഷത്തെ പലിശ 2080.
അങ്ങനെയെങ്കിൽ 2 വർഷം കൊണ്ട് ആകെ കിട്ടുന്നത് 4080. ഓപ്ഷൻ 4080. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി അല്ലേ? അപ്പൊ ഇവിടെ ആദ്യത്തെ വർഷത്തെ മാത്രം പലിശ 2000, രണ്ടാമത്തെ വർഷത്തെ മാത്രം പലിശ 2080. 2 വർഷം കൊണ്ട് ആകെ കിട്ടുന്ന പലിശ 4080. റെഡിയല്ലേ? മുന്നോട്ട്. ഒരാൾ 8% കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 6250 രൂപ നിക്ഷേപിക്കുന്നു എങ്കിൽ 2 വർഷം കഴിഞ്ഞ് അയാൾക്ക് കൂട്ടുപലിശയായി ലഭിക്കുന്ന തുക എത്ര? ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 6250 അല്ലെ? 6250 രൂപ 8% പലിശ നിരക്കിൽ 2 വർഷത്തേന് നിക്ഷേപിക്കുന്നു എന്നല്ലേ പറഞ്ഞേക്കുന്നേ? 6250 രൂപ 8% നിരക്കിൽ 2 വർഷത്തേന് നിക്ഷേപിക്കുന്നു എങ്കിൽ 2 വർഷം കഴിഞ്ഞ് കൂട്ടുപലിശയായി ലഭിക്കുന്ന തുക. ആദ്യത്തെ വർഷത്തെ പലിശ കാണാമല്ലോ. ആദ്യത്തെ വർഷത്തെ പലിശ 6250ന്റെ 8%. 6250ന്റെ 1% 62.5. ഇതാണ് 1%. അപ്പൊ 8% കാണാൻ 1% ഇൻറ്റു 8 ചെയ്താൽ പോരെ? എത്ര കിട്ടും മക്കളെ? നമുക്ക് 500 കിട്ടും. ഇതാണ് ആദ്യത്തെ വർഷത്തെ പലിശ. രണ്ടാമത്തെ വർഷത്തെ പലിശ കാണാൻ ഈ 500ന്റെ 8% കാണണം. ആണോ? 500ന്റെ 8% കാണാൻ 500ന്റെ 1% 5. അപ്പൊ 8% 5 40. ആണോ? അത് 500നോട് കൂട്ടുമ്പം 540 എന്ന് വരും. അപ്പൊ 500ഉം 540ഉം കൂട്ടുമ്പോൾ കിട്ടുന്ന 1040 നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ 1040, ഓപ്ഷൻ ഡി. ആദ്യത്തെ വർഷത്തെ പലിശ 500, രണ്ടാമത്തെ വർഷത്തെ പലിശയാണ് 500ന്റെ 8% കണ്ട് 500നോട് കൂട്ടണം. 500ന്റെ 1% 5. അപ്പൊ 8% 5 40. 500നോട് കൂട്ടുമ്പോൾ 540. അപ്പൊ ആദ്യത്തെ വർഷത്തെ മാത്രം പലിശ 500, രണ്ടാമത്തെ വർഷത്തെ മാത്രം പലിശ 540. 2 വർഷം കൊണ്ട് ആകെ കിട്ടുന്ന പലിശ 1040 രൂപ. നല്ല ക്ലിയർ ആണെങ്കിൽ മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം. ഒരാൾ 25% കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 12000 രൂപ നിക്ഷേപിക്കുന്നു എങ്കിൽ 2 വർഷം കഴിഞ്ഞ് അയാൾക്ക് കൂട്ടുപലിശയായി ലഭിക്കുന്ന തുക. പ്രിൻസിപ്പൽ എമൗണ്ട് 12000 ആണ്. 25% പലിശ നിരക്ക്. കാലയളവ് 2 വർഷമാണ്. കൂട്ടുപലിശയായി ലഭിക്കുന്ന തുക കാണണം. ആദ്യത്തെ വർഷത്തെ പലിശ കാണണം. ആദ്യത്തെ വർഷത്തെ പലിശ 12000ന്റെ 25%. മക്കളെ, ഏതൊരു സംഖ്യയുടെയും 25% കാണാൻ ആ സംഖ്യയുടെ 4/1 എടുത്താൽ മതി. കാരണം 4/1 25%. അപ്പോൾ ഒരു സംഖ്യയുടെ 25% കാണാൻ സംഖ്യയുടെ 4/1. സോ എത്ര കിട്ടും? 3000 കിട്ടും. അപ്പൊ ആദ്യത്തെ വർഷത്തെ പലിശ 3000 രൂപയാണ് അല്ലേ? ശരി. രണ്ടാമത്തെ വർഷത്തെ പലിശ കാണാൻ എന്ത് ചെയ്യണം? 3000ന്റെ 25% കാണണം. ആണോ? 3000ന്റെ 25% കാണാൻ 3000/4 ചെയ്യണം അല്ലേ? എത്ര കിട്ടും? അത് 750 കിട്ടും. അപ്പം 750 ഈ 3000ന്റെ 25%. അത് 3000നോട് കൂട്ടുന്നതാണ് രണ്ടാമത്തെ വർഷത്തെ പലിശ. അപ്പം 3750 രൂപ. ആണോ? അങ്ങനെയെങ്കിൽ 2 വർഷം കൊണ്ട് ആകെ കിട്ടുന്നത് 6750 രൂപയാണ്. 2 വർഷം കൊണ്ട് ആകെ നമുക്ക് കൂട്ടുപലിശയായി കിട്ടുന്നത്. ചോദ്യം കൂട്ടുപലിശയായി ലഭിക്കുന്ന തുക എത്ര എന്നാണ്. ആൻസർ 6750 എന്ന് വരും. ഉത്തരം ഓപ്ഷൻ ഡി വരും. ചെയ്തത് പക്കയാണ്, ക്ലിയർ ആണ്. എങ്കിൽ നമുക്ക് 3 വർഷത്തെ ഒരെണ്ണം ചെയ്ത് നോക്കാം. 3 വർഷം വരുമ്പം എന്താണ് വ്യത്യാസം, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ശരി,
അതായത് 2000 രൂപയ്ക്ക് 10% നിരക്കിൽ 3 വർഷത്തേക്കുള്ള കൂട്ടുപലിശ എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് 2000, പ്രിൻസിപ്പൽ എമൗണ്ട് 2000. ഓക്കെ, നമുക്കറിയാം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10%. നമുക്കറിയാം കാലയളവ് 3 വർഷം. 3 വർഷത്തേക്കുള്ള കൂട്ടുപലിശ എത്ര എന്നാണ് ചോദ്യം. എപ്പോഴും ചെയ്യുന്നത് പോലെ ആദ്യത്തെ വർഷത്തെ പലിശ കാണണം. ആദ്യത്തെ വർഷത്തെ പലിശ 2000 രൂപയുടെ 10%. 2000 രൂപയുടെ 10% 200. അപ്പോൾ ആദ്യത്തെ വർഷത്തെ പലിശ 200 രൂപ. ആദ്യത്തെ വർഷത്തെ പലിശ 200 രൂപ. ഓക്കെ, രണ്ടാമത്തെ വർഷത്തെ പലിശ കാണാൻ നമുക്കറിയാം 200ന്റെ 10% കാണണം. എത്രയാ? 20. അത് 200നോട് കൂട്ടണം. അപ്പം 220 എന്ന് വരും. 220 രൂപയാണ് രണ്ടാമത്തെ വർഷത്തെ പലിശ. ഓക്കെ, മൂന്നാമത്തെ വർഷത്തെ പലിശ കാണാൻ എന്ത് ചെയ്യണം? 220ന്റെ 10% കാണണം. ആണോ മക്കളെ? 220ന്റെ 10% എത്രയാ? 22. അതിനി ആരോട് കൂട്ടണം? 220നോട് കൂട്ടണം. അപ്പം 242 രൂപ എന്ന് കിട്ടും അല്ലേ? അപ്പം കൂട്ടുമ്പം 662 രൂപ എന്ന് കിട്ടും. 662 രൂപ. സോ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 662 രൂപ. അപ്പൊ ആദ്യത്തെ വർഷത്തെ പലിശ 200, രണ്ടാമത്തെ വർഷത്തെ പലിശ 220, മൂന്നാമത്തെ വർഷത്തെ പലിശ 242, 3 വർഷം കൊണ്ട് ആകെ കിട്ടുന്നത് 662. ഇതാണ് 3 വർഷത്തെ പലിശ കാണുന്ന രീതി. എന്താ ഇതിന്റെ മെച്ചം? ആദ്യത്തെ വർഷത്തെ പലിശ എനിക്ക് സെപ്പറേറ്റ് അറിയാം, രണ്ടാമത്തെ വർഷത്തെ പലിശ എനിക്ക് സെപ്പറേറ്റ് അറിയാം, മൂന്നാമത്തെ വർഷത്തെ പലിശയും എനിക്ക് സെപ്പറേറ്റ് അറിയാം. ആദ്യത്തെ വർഷത്തെ പലിശയുടെ 10% കണ്ട് അതിനോട് കൂട്ടിയാൽ രണ്ടാമത്തെ വർഷത്തെ പലിശ കിട്ടും. രണ്ടാമത്തെ വർഷത്തെ പലിശയുടെ 10% കണ്ട് അതിനോട് കൂട്ടിയാൽ മൂന്നാമത്തെ വർഷത്തെ പലിശ കിട്ടും അല്ലേ? ഇനി നാലാമത്തെ വർഷത്തെ പലിശ കാണണമെങ്കിൽ മൂന്നാമത്തെ വർഷത്തെ പലിശയുടെ 10% കണ്ട് അതിനോട് കൂട്ടണം. അതൊന്നും ഒരിക്കലും ചോദിക്കാറില്ല. അങ്ങേയറ്റം മാക്സിമം 3 വർഷം ചോദിക്കും. ഇനി ഇതേ ചോദ്യം 1-to-1 മെത്തേഡിൽ ചെയ്യുന്നതും കൂടെ ഒന്ന് പറഞ്ഞു തരാം മക്കളെ. ഇവിടെ 2 തവണയല്ല കണക്കാക്കണ്ടേ, 3 തവണ കണക്കാക്കണം അല്ലേ? 2 തവണ കണക്കാക്കുമ്പോഴാണ് നമ്മൾ 1-to-1 യൂസ് ചെയ്യുന്നത്. 3 തവണ പലിശ കണക്കാക്കേണ്ടി വരുമ്പം നമ്മൾ യൂസ് ചെയ്യേണ്ടത് 1331 എന്ന കോഡാണ്. 3 തവണ യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ 1331 എന്നുള്ള കോഡാണ്. 1ന്റെ താഴേക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് എഴുതണം. എത്ര ഇവിടുത്തെ പ്രിൻസിപ്പൽ എമൗണ്ട്? 2000. അത് 1ന്റെ താഴേക്ക് എഴുതി. ഓക്കെ, അതിൻ്റെ 10% 3ന്റെ താഴേക്ക് എഴുതുക. എത്രയാ അത്? 200 ആണോ? അതിൻ്റെ 10% ഇങ്ങോട്ട് എഴുതി 20. ഓക്കെ, അതിൻ്റെ 10% ഇങ്ങോട്ട് എഴുതി 2. കണ്ട, എപ്പോഴും 1ന്റെ താഴെ പ്രിൻസിപ്പൽ എമൗണ്ട് എഴുതണം. പലിശ നിരക്ക് 10% ആയതുകൊണ്ട് അതിൻ്റെ 10% ഇവിടെ എഴുതി, അതിൻ്റെ 10% ഇവിടെ എഴുതി, അതിൻ്റെ 10% ഇവിടെ എഴുതി. ഇനി മുമ്പേ ചെയ്ത പോലെ താഴേക്ക് ഗുണിക്കണം. ഈ ഗുണിക്കുമ്പം മക്കളെ നോക്കിക്കേ, 1 × 2000 2000 അല്ലേ? 3 × 200 600. ഓക്കെ, 3 × 20 60. 1 × 2 2. ശരിയല്ലേ? ഇനി താഴെ കിടക്കുന്നത് എല്ലാം കൂടെ കൂട്ടണം. ഈ താഴെ കിടക്കുന്നത് എല്ലാം കൂടെ കൂട്ടിയാൽ ആകെ തിരിച്ച് കിട്ടുന്ന എമൗണ്ട് കിട്ടും. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ ആകെ തിരിച്ച് 3 വർഷം കൊണ്ട് ആകെ തിരിച്ച് കിട്ടുന്ന എമൗണ്ട് 2662 രൂപ. ഇനി നമ്മൾ അവസാനത്തെ 3 എണ്ണം മാത്രമാണ് കൂട്ടുന്നതെങ്കിൽ കൂട്ടുപലിശയായിട്ട് ലഭിക്കുന്ന എമൗണ്ട് കിട്ടും. അത് 662 ആണോ? ഇനി നമ്മൾ അവസാനത്തെ 2 എണ്ണം മാത്രമാണ് കൂട്ടുന്നതെങ്കിൽ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിൽ 3 വർഷത്തേക്കുള്ള വ്യത്യാസം കിട്ടും. അത് 62. 3 വർഷത്തേക്ക് നിക്ഷേപിക്കുമ്പോഴുള്ള വ്യത്യാസം. ഇതാണ് പാസ്കൽ ട്രയാങ്കിൾ മെത്തേഡിൽ 3 വർഷത്തേത് ചെയ്യുന്ന രീതി. പാസ്കൽ ട്രയാങ്കിൾ മെത്തേഡിൽ 3 വർഷത്തേത് ചെയ്യുന്ന മെത്തേഡ് ഇതാണ്.
ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ടൈപ്പ്. ഒന്നാമത്തെ ടൈപ്പിൽ വാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന വിധം എങ്ങനെയാണെന്നാ പഠിച്ചത് അല്ലേ. അപ്പൊ ഒരു ചോദ്യത്തിൽ കൂട്ടുപലിശ കണക്കാക്കുക എന്ന് മാത്രമേ ഉള്ളൂവെങ്കിൽ വാർഷികമായിട്ട് വേണം കൂട്ടുപലിശ കണക്കാക്കാൻ. കൂട്ടുപലിശ കണക്കാക്കുക എന്ന് മാത്രമേ ഉള്ളൂ, വാർഷികമായി എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും സാരമില്ല. കൂട്ടുപലിശ കണക്കാക്കുക എന്ന് മാത്രമേ ഉള്ളൂവെങ്കിൽ വാർഷികമായി കൂട്ടുപലിശ കണക്കാക്കണം. കേൾക്കുന്നുണ്ടോ? പലിശ കണക്കാക്കുക എന്ന് മാത്രമേ ഉള്ളൂവെങ്കിൽ അത് സാധാരണ പലിശയായിരിക്കും. കൂട്ടുപലിശയാണെങ്കിൽ കൂട്ടുപലിശ എന്ന് പറയും. ഇനി കൂട്ടുപലിശ എന്ന് മാത്രമേ ഉള്ളെങ്കിൽ അത് വാർഷികമായിട്ടായിരിക്കും. അർദ്ധവാർഷികമോ പാദവാർഷികമോ ആണെങ്കിൽ ചോദ്യത്തിൽ എടുത്തു പറഞ്ഞിരിക്കും അർദ്ധവാർഷികമായി കണക്കാക്കുക അല്ലെങ്കിൽ പാദവാർഷികമായി കണക്കാക്കുക. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് വാർഷികം ആയിരിക്കും. അപ്പൊ കാര്യങ്ങൾ മനസ്സിലായി. നമ്മൾ പല മെത്തേഡുകൾ പഠിച്ചു. അതിൽ ഏത് മെത്തേഡാണ് നല്ലത് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ പാസ്കൽ ട്രയാങ്കിൾ മെത്തേഡ് പറഞ്ഞു. അതിന് ചില പോരായ്മകൾ ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മളത് മുന്നോട്ട് ചെയ്യുമ്പോൾ എന്താണ് ഈ പാസ്കൽ ട്രയാങ്കിളിന്റെ പോരായ്മ? ഇത് വെച്ച് ചെയ്താൽ ഉത്തരം തെറ്റിപ്പോവില്ല, പക്ഷെ ചില കണക്കുകളിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ വർഷത്തെ കണ്ടു, രണ്ടാമത്തെ വർഷത്തെ കണ്ടു. ആ ഒരു മെത്തേഡാണ് കോമൺ ആയിട്ട് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. മനസ്സിലായി, കാര്യങ്ങൾ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ പാർട്ട് 1 വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. കൂടുതൽ കാര്യങ്ങളും കൂടുതൽ നോട്ട്സും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നെക്സ്റ്റ് പാർട്ട് വീഡിയോയിൽ കാണാം. ടാറ്റാ.